സിൽവർ ലൈൻ പദ്ധതിക്ക് റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി വിട്ടു നൽകുന്നതിൽ എതിർപ്പുന്നയിച്ച് ദക്ഷിണ റെയിൽവേ. ഭൂമി വിട്ടു നൽകിയാൽ കേരളത്തിലെ റെയിൽ വികസനം സാധ്യമാകില്ല. ഭൂമി കൈവശമില്ലെങ്കിൽ വേഗപരിധി കൂടുന്നതിനുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നുമാണ് വിശദീകരണം. രേഖയുടെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന്. പ്രദീപ് ജോസഫ് ഉണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, ഈ സിൽവർ ലൈനിൽ വീണ്ടും എതിർപ്പുമായി റെയിൽവേ എത്തുകയാണല്ലോ. എന്താണ് ആ രേഖയിൽ പറയുന്നത്? ഈ ഭൂമി വിട്ടുകൊടുത്താൽ അത് ഏത് തരത്തിൽ ബാധിക്കുമെന്നാണ് പറയുന്നത്? ഈ പുതുവത്സര ദിനത്തിൽ സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച് അനിശ്ചിതത്വം നിറയുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യം 187 ഹെക്ടർ സ്ഥലമാണ് കേരള കോർപ്പറേഷൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് ഇത് 107 ഹെക്ടറാക്കി ചുരുക്കി. എന്നാൽ ഈ ഭൂമി വിട്ടു നൽകാനാവില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് റെയിൽവേ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഈ 107 ഹെക്ടർ ഭൂമി വിട്ടു നൽകിയാൽ അത് റെയിൽവേയുടെ കേരളത്തിൽ ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. സ്റ്റേഷനുകളുടെ വികസനം, ലൈനുകളുടെ ഇരട്ടിപ്പിക്കൽ, സിഗ്നലിംഗ് സംവിധാനത്തിന്റെ ഇരട്ടിപ്പിക്കൽ തുടങ്ങി കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഏതാണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭൂമി വലിയ തോതിൽ അനിവാര്യമാണ്. അതിനുവേണ്ടിയുള്ള ഭൂമിയാണ് ഇപ്പോൾ തന്നെ റെയിൽവേ കൈവശം വെച്ചിരിക്കുന്നത്. ഈ ഭൂമി വിട്ടു നൽകിയാൽ ഭാവിയിൽ സ്റ്റേഷൻ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അത് ദോഷകരമായി ബാധിക്കും എന്നാണ് ദക്ഷിണ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി പ്രവർത്തകനായ കോട്ടയം സ്വദേശി MD തോമസിന് നൽകിയ മറുപടിയിലാണ് ദക്ഷിണ റെയിൽവേ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇതേ മറുപടി തന്നെ ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിനും സമർപ്പിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റേഷനുകളിലും ഭൂമി വിട്ടു നൽകിയാൽ ഉണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ റെയിൽ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടുകൾ അക്കമിട്ട് നിരത്തിയാണ് ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കോട്ടയം ചിങ്ങവനം സെക്ഷനിൽ ഇത് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മാത്രമല്ല തൃശൂർ റെയിൽവേ സ്റ്റേഷനെ തന്നെ രണ്ടായി വിഭജിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലെത്തും. കോഴിക്കോട്, കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് റെയിൽവേ ചൂണ്ടിക്കാട്ടുന്നു. സ്ഥലം വിട്ടുകൊടുക്കാനാവില്ല എന്ന് പറയില്ല. കാരണം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ദക്ഷിണ റെയിൽവേ അല്ല, മറിച്ച് കേന്ദ്ര റെയിൽവേ ബോർഡാണ്. അതുകൊണ്ട് തന്നെ സ്ഥലം വിട്ടുകൊടുത്താൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ ഓരോന്നും അക്കമിട്ട് നിരത്തിയാണ് ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്.